ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നല്ല വൃത്തിയുള്ള ആളെ പോലെ ആയിരിക്കും ചെയ്യാൻ പോണത്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. രാവിലെ നേരത്തെ ഒരു 7 മണി ആയത് എണീറ്റതിന് ശേഷം പല്ല് നല്ലപോലെ ഒന്ന് വൃത്തിയാവാൻ ഇന്ന് ഞാൻ ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടാണ് പല്ല് മുഴുവൻ തേച്ച് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് എന്റെ കട്ടിലേക്ക് വന്ന് നോക്കിയപ്പോ ഞാൻ കിടന്ന പായും തലയണയൊക്കെ ഞാൻ മടക്കി വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ കട്ടിളുടെ മുക്കും മൂലയും വരെ വൃത്തിയാക്കി വെച്ചു. അത് ശരിയാക്കി വന്നതും ഈ ഒരു കട്ടിളും ഇതുപോലെ അലങ്കോലായി കിടക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ആ കട്ടിളിൽ ഞാൻ ഇതുപോലെ വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വേഗം പോയൊരു കുളി കുളിച്ച് വൃത്തിയായി. പക്ഷെ കുളി വീട്ടിൽ കയറുമ്പോഴാണ് ഈ ചെരുപ്പുകളൊക്കെ ഒരു ഓർഡർ ഇല്ലാണ്ട് വീട്ടിന് ഉമ്മർത്തിരിക്കുന്നത് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ചെരുപ്പുകളിനെ എല്ലാം നല്ല വൃത്തിക്ക് ഇതുപോലെ ഓർഡർ ആക്കി വെച്ചതിന് ശേഷം ചെരുപ്പിലൊക്കെ തൊട്ടതുകൊണ്ട് കൈ നല്ലപോലെ 2 വട്ടം സോപ്പിട്ട് കഴുകിയെടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ ഇട്ടിപ്പോ റെഡിയായി. അതിനുശേഷം ഞാൻ വെറുതെ എന്റെ വീട്ടിലത്തെ ബൈക്ക് ഒന്ന് നോക്കിയപ്പോ വണ്ടി മുഴുവൻ ഇതുപോലെ മഴ നനഞ്ഞ് ചളിയായിരിക്കുന്നു. അതുകൊണ്ട് വണ്ടി മുഴുവൻ ഞാൻ ഇതുപോലെ പതപ്പിച്ചെടുത്ത് വൃത്തിയാക്കി കഴുകിയെടുത്തു. പക്ഷെ വണ്ടി കഴുകിയെടുത്തത് എന്റെ കയ്യിലും കാലിലൊക്കെ ആകെ സോപ്പും പതയൊക്കെയായി ഞാൻ ആകെ നനഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ പോയി കുളിച്ചിട്ട് വന്നു. കുളി കഴിഞ്ഞ് വന്നതും കൂട്ടുകാരൻ വീട്ടിലേക്ക് വന്ന് ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. പക്ഷെ ഞാൻ ഇട്ട ഈ ഷർട്ടിൽ ചെറിയ ഇതുപോലെ ചുളിവുകൾ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് ഫുള്ള് വൃത്തി നോക്കുന്നത് കൊണ്ട് ആ ചെറിയ ചുളിവുകൾ ശരിയാക്കാൻ ഞാൻ ആ ഷർട്ടിനെ 2 വട്ടമാണ് തേച്ചെടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാനും കൂട്ടുകാരനും മന്തി കഴിക്കാൻ പോവാണ്. പിന്നെ ഇവിടെ വന്ന് കഴിക്കുന്നതിന് മുന്നേ കൈ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞങ്ങളുടെ മന്തി വന്നപ്പോ ചോറും അൽഫാമൊക്കെ ഇതുപോലെ പ്ലേറ്റിൽ വൃത്തിയാക്കി വെച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൈയൊരു 2-3 വട്ടം സോപ്പിട്ട് കഴുകിയെടുത്ത് ബില്ലും കൊടുത്ത് വീട്ടിലേക്ക് പോണ വഴി പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീടെത്തിയതും സമയം വൈകുന്നേരമായി. പിന്നെ വെറുതെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയതും അടുക്കളന്റെ താഴെയൊക്കെ ഇതുപോലെ വെള്ളം പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു വെള്ളമൊക്കെ ഞാനൊരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ വൈകുന്നേരം സമയം പോകാൻ വേണ്ടി വീട്ടിന്റെ വെളിയിൽ ഇതുപോലെ കാറ്റും കൊണ്ട് കുറെ നേരം ഇരുന്നു. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാത്രിയായി. അതുകൊണ്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ വേണ്ടി വീണ്ടും ഞാൻ എന്റെ പുതപ്പും തലയണയൊക്കെ ഒന്നും കൂടി വൃത്തിയാക്കി വിരിച്ചെടുത്തതിന് ശേഷം എന്റെ ഈ ഒരു വൃത്തി ചലഞ്ച് ഞാൻ ഇവിടെ ഉറങ്ങി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.